ഹലോ നമസ്കാരം. ദ ഡെഡ് ഡോണ്ട് ഹേർട്ട് വിഗോ മോർട്ടൻസൻ്റെ സിനിമയാണ്. വിഗോ മോർട്ടൻസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ പ്രോമിസസ് എന്നൊക്കെ പറഞ്ഞൊരു ഗംഭീര സിനിമ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ. അപ്പോൾ വിഗോ മോർട്ടൻസൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂവാണ്. വെസ്റ്റേൺ സിനിമയാണ്. വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വെടിവെപ്പും ബഹളവും അങ്ങനെയുള്ള രീതിയിൽ കണക്കാക്കണ്ട. ഇറ്റ് ഈസ് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഒരു ഉണ്ട്, വില്ലനും ഹീറോയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്ലോട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയ്ക്കുള്ള ഒരാളുണ്ട്. അയാൾ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു, അവർ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അയാൾ ആർമിയിൽ എൻലിസ്റ്റ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമൊക്കെ ഒരു വീടൊക്കെ വെച്ച് അവർ ജീവിക്കുന്ന സമയത്ത് ഇവള് അവിടെ അടുത്തുള്ളൊരു ബാറിൽ ജോലിക്ക് പോകുന്നു. ഇയാൾ ആർമിയിലേക്ക് പോയിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ ഇവളെ ഉപദ്രവിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഇവള് സുഖമല്ലേ ഉണ്ടാവുന്നു അങ്ങനെയൊക്കെയുള്ള ഇതാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഭാര്യ മരിച്ചിട്ട് ഭാര്യയെ ശവമടക്കൽ, അതായത് കുഴിച്ചിടുന്ന ആ ഒരു ഇതെന്നാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് ഇത് എങ്ങനെയാണ് ഭാര്യ ആരാണ് എന്താണ് എന്നുള്ളതൊരു ഇതിലേക്ക് സ്റ്റോറിയിലേക്ക് വരണം. പക്ഷെ എന്നാലും അതിലൊരു വലിയൊരു റിവെഞ്ചും സാധനങ്ങളൊന്നുമില്ല. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയും വിഗോ മോർട്ടൻസണും പിന്നെ ഭാര്യയും, പിന്നെ ആ ഒരു ചെറിയ ടൗണിൽ ഉണ്ടാവുന്ന ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതും കാര്യങ്ങളൊക്കെയാണ് ഒരു തരത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വെസ്റ്റേൺ മൂവീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വെസ്റ്റേൺ മൂവി. ഇപ്പോൾ ഹൊറൈസണിനെ പറ്റിയിട്ട് ഞാൻ പറയണ്ടായി. ഹൊറൈസൺ കുറച്ചും കൂടെ ഒരു വലിയ സ്കെയിലിൽ ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഇതത്ര വലിയ സ്കെയിലിൽ ഉണ്ടാക്കിയൊരു സിനിമയല്ല, ബട്ട് അതിൻ്റെ കാലഘട്ടവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ അമേരിക്കൻ വെസ്റ്റേൺ സിനിമകളുടെ ഒരിതാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് മോർ ഓഫ് എ ഹ്യൂമൻ കണക്ഷൻസിൻ്റെയും നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ചില സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ വി ഹോൾഡ് ഓൺ ടു ഇറ്റ്, നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷെ പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതിനെയും നമുക്ക് നഷ്ടപ്പെടുന്നതിനെയും ഒക്കെ ആയിട്ട് നമ്മളുടെ അതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇതാക്കുന്നു എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഐ ലൈക്ക് ദ പേസ് ഓഫ് ദ മൂവി. നിങ്ങൾക്ക് വെസ്റ്റേൺ താല്പര്യമുണ്ടെങ്കിൽ, അതും ഗൺ സ്ലിങ്ങിങ് വെസ്റ്റേൺ അല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്റ്റോറി ലൈനൊക്കെയുള്ള വെസ്റ്റേൺ താല്പര്യം ഉണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ വിഗോ മോർട്ടൻസൺ ഇസ് എൻ ആക്ടർ ഐ റിയലി ലൈക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ആകുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. ദർ ഈസ് എ ബിറ്റ് ഓഫ് വയലൻസ് വിച്ച് ഇസ് വയലൻസ് എന്നുള്ളതിനെക്കാട്ടും ചില വയലൻസ് ഒക്കെ ഇറ്റ്സ് വെരി വളരെ വിഷമം തോന്നുന്ന ചില വയലൻസുകളൊക്കെ ആ സിനിമയിൽ ഉണ്ട്. ബട്ട് ജസ്റ്റ് വാച്ച് ദ മൂവി ഇഫ് യു ആർ ഇൻ ടു വെസ്റ്റേൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വേറെന്തെങ്കിലും ഒരു വിശേഷമായിട്ട് വേറെന്തെങ്കിലും സിനിമയുമായിട്ട് വരാം. നമ്മളെങ്ങനെ